നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സപ്തമാതൃക്കളിൽ ആറാമതായി വരുന്നത് ഇന്ദ്രാണിയാണ്. ദേവേന്ദ്രന്റെ ശക്തിയുടെ ദേവീ രൂപമാണ് ഇന്ദ്രാണി. ഐശ്വര്യത്തിനായി ഇന്ദ്രാണിയെ പൂജിക്കാം. ചുവന്ന പൂക്കളാണ് ആരാധനയ്ക്ക് ഉത്തമം. ഓം ഇന്ദ്രാണിയെ നമ എന്നുള്ള മന്ത്രമാണ് ആരാധനയ്ക്ക് ജപിക്കുന്നത്. രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് സുന്ദരകാന്ഡം. ഹനുമാൻ ഒരു വിശ്വരൂപിയായി വളരുന്നത് ഇവിടെയാണ്. നിരവധി പരീക്ഷണങ്ങൾ കടന്നാണ് ഹനുമാന്റെ സമുദ്രലംഘനം. കളകാഞ്ചി വൃത്തത്തിന്റെ ചടുലത നിറഞ്ഞ ഹൃദ്യമായ വരികൾ കേൾക്കാം ഇനി. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബലസഹിതം ഉരചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിൽ എല്ലാവരും മമ ജനക സദൃശനഹമതി ചപലമംബരെ മാനേന പോകുന്നിദാശരേശാലയേ അജതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനുടു വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രാണ പ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഗേതുമേ ഇതി പവനതനയൻ ഉരചെയ്തു വാലും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു
ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. രാമ 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 പാഹി മാം. ഹനുമാന്റെ ബുദ്ധിശക്തി, വിനയം, തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർമ്മത്തോടുള്ള ആത്മാർത്ഥത എന്നിവയെല്ലാം സുന്ദരകാന്ഡത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. അതിസുന്ദരമായ വരികളുടെ സുന്ദരമായ വ്യാഖ്യാനമാകാം ഇനി. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയും കൂട്ടരും കൂടി ദക്ഷിണ ദിശയിലേക്ക് പോയി അവസാനം സമ്പാദ്യമൊക്കെ കണ്ട് ദേവി ലങ്കയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനിയുള്ള പ്രശ്നം ഈ സമുദ്രത്തെ തരണം ചെയ്ത് ആര് ലങ്കയിലെത്തും എന്നുള്ളതാണ്. ആദ്യം ദേവി എവിടെയാണെന്ന് അറിയാതെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് പ്രായോപവേശത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ആയിരുന്ന ഈ കവികൾക്ക് അല്പമൊരാശ്വാസമായത് ദേവി എവിടെയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം, ആരാണ് ഈ സമുദ്രത്തെ കടക്കുക? വലിയ ചർച്ചയായി, ആര് കടക്കും? അങ്ങനെ വാനരന്മാരൊക്കെ കൂടി ഓരോരുത്തർ പറയാൻ തുടങ്ങി തങ്ങൾക്ക് എത്ര ദൂരം ചാടാൻ പറ്റും. 100 യോജനയാണ് വിസ്തൃതി. ആ 100 യോജന ചാടിക്കടന്ന് അപ്പുറം പോയി തിരിച്ചു വരണം. ആ 100 യോജന തിരിച്ചു ചാടണം. അതിന് ബലമുള്ളത് ആർക്കാണെന്ന് ചോദ്യമായി. അങ്ങനെ കൂട്ടത്തിൽ ഒരു വാനരൻ പറഞ്ഞു 10 യോജന ചാടാം. ഒരു വാനരൻ പറഞ്ഞു 20 ചാടാം. മറ്റൊരാൾ പറഞ്ഞു 40 യോജന ചാടും. ഒരാൾ 60 യോജന പറഞ്ഞു. അന്യൻ 90 യോജന. അവസാനം ജാമ്പവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, ഈ കാലത്തല്ല ചെറുപ്പകാലത്ത്, സാക്ഷാൽ ത്രിവിക്രമനായിട്ടുള്ള വാമനമൂർത്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാലടികൾ കൊണ്ട് അളന്നപ്പോൾ വലിയ പെരുമ്പറയും കൊട്ടി അദ്ദേഹത്തിന് ചുറ്റും 21 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ചില്ലറക്കാരനല്ല. പക്ഷെ ഇപ്പോഴും പ്രായാധിക്യം കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് അപ്പുറം പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ പ്രായം കുറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കവികൾ ആരെങ്കിലും സന്നദ്ധരായിട്ട് വരണം. അപ്പോഴവസാനം അങ്കദം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകും, സംശയമില്ല. 100 യോജന ഞാൻ എന്തായാലും ചാടി കടക്കും. പക്ഷേ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ടിരിക്കുക. അവസാനം ജാമ്പവാൻ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി. ഹനുമാൻ സ്വാമി മാത്രം അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഒരാൾ മാത്രം ഒന്നും പറയാണ്ട് മാറി നിൽക്കുക. ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? ഹനുമാൻ സ്വാമി പറഞ്ഞു. ജാമ്പവാൻ ഹനുമാൻ സ്വാമിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും പറയാത്തത്? ഈ കൂട്ടത്തിൽ ഈ ദൂരം ചാടിക്കടക്കാൻ ആർക്കെങ്കിലും കഴിയെങ്കിലും അത് നിനക്ക് മാത്രമാണ്. തൻ്റെ ശക്തികളെ പറ്റിയിട്ട്, ബലത്തെ പറ്റിയിട്ട് ഹനുമാൻ സ്വാമി മറന്നിരിക്കുക. ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ചെറുപ്പത്തിൽ ആ ജനിച്ചു വീണ സമയത്ത്, ഉണ്ണിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ കണ്ടിട്ട് പഴമാണ് എന്ന് കരുതിയിട്ട് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവനാ നീ. ആ സമയം ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ പ്രഹരമേറ്റിട്ട് നീ മരണപ്പെട്ടു. താടിക്ക് വജ്രത്തിൻ്റെ പ്രഹരമേറ്റതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര്. ഹനു എന്ന് വെച്ചാൽ താടി. അപ്പോൾ ദേവന്മാർ മുഴുവൻ വന്ന് നിനക്ക് വരലാഭങ്ങൾ തന്നു. അങ്ങനെയുള്ള സർവ്വസിദ്ധികളുടെയും അധിപനായിട്ടുള്ള നീ എന്ത് ചെയ്യണം? ഈ സാഗരത്തെ കുറുകെ കടന്നിട്ട് ദേവിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരിക. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുക. അതിനുവേണ്ടിയാണ് ഭഗവാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവസാനം ഹനുമാൻ സ്വാമിക്ക് ആത്മവിശ്വാസം വന്നു. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ കഴിവുകൾ, സിദ്ധികൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റൊരാളുടെ ആവശ്യമുണ്ടാവും. ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് അസാധ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഉയർത്തുക, ഉണർത്തുക. ആ ഹനുമാൻ സ്വാമി മഹേന്ദ്രഗിരിയിൽ ഉദ്ധത ശരീരനായിട്ട് ആകാശം മുട്ട വളർന്നിട്ട് കൂടെ നിൽക്കുന്ന കവികളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. ഇന്നോ നാളെയോ ദേവിയെ കണ്ട് ആ രാവണനെയും കൊണ്ട് വേണമെങ്കിൽ തിരിച്ചു വരും, ഒരു സംശയമില്ല. ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു ഉയർന്ന അവസ്ഥയാണ് നമ്മളവിടെ കാണുക. അത് അഹങ്കാരമല്ല. ഭഗവാനിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ഭഗവാനോടുള്ള തൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ഭക്തി, ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം. തൻ്റെ സിദ്ധിയിന്മേലുള്ള അഹങ്കാരമല്ല, താനുള്ള ബോധമല്ല, ശരീരബോധമല്ല, പരമമായിട്ടുള്ള ആനന്ദത്തെയാണ് അദ്ദേഹം തൻ്റെ ഊർജ്ജമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ ഹനുമാൻ സ്വാമി കൂടെ നിൽക്കുന്ന വാനരന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം ഒന്നുകൊണ്ട് മാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജനന മരണ സാഗരങ്ങളെ കടക്കുന്നുണ്ട്. ഏറ്റവും വലിയ സാഗരം എന്ന് പറഞ്ഞാൽ ഈ മുന്നിൽ കാണണമെന്നല്ല, ജനന മരണങ്ങളുടെ ഈ സാഗരമാണ്. എല്ലാ പ്രാണനും സർവ്വ ചരാചരങ്ങളും വീണുടലുന്ന ഈ സാഗരമാണ് ഏറ്റവും വലിയ സാഗരം. ജനന മരണങ്ങളുടെ സംസാര സാഗരം.
അതിനെ കടക്കാൻ വേണ്ടിയിട്ട് രാമ എന്നുള്ള 2 അക്ഷരം മാത്രം മതി. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ നാമം കൊണ്ട് സാഗരത്തെ കടക്കുന്നുണ്ട്, ഈ വലിയ സാഗരത്തെ. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതനായിട്ടുള്ള എനിക്ക് നിസ്സംശയം സാഗരം കടന്ന് ദേവിയെ പറ്റിയുള്ള വൃത്താന്തം അറിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. ഹനുമാൻ സ്വാമിയുടെ ഈ കർമ്മകുശലതയ്ക്ക് മുന്നിൽ, സമ്പൂർണ്ണ സമർപ്പണത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. വിശ്രവസിൻ്റെയും കൈകസിയുടെയും സന്തതികളെല്ലാം അസുരഗുണങ്ങളുള്ളവർ ആയിരുന്നുവെങ്കിലും ഇളയ മകനായ വിഭീഷണൻ ഇതിൽ നിന്നും ഭിന്നനായിരുന്നു. ഈശ്വരഭക്തനും നീതിമാനുമായിരുന്ന വിഭീഷണൻ ജ്യേഷ്ഠൻ്റെ പ്രവൃത്തികളുടെ തെറ്റുകളും അപകടങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. അതിൻ്റെ ഫലമായി വിഭീഷണനെ വധിക്കാൻ പോലും രാവണൻ തയ്യാറാകുന്നു. വിഭീഷണന്റെ ഭക്തിയാണ് ഇന്നത്തെ രാമകഥാമൃതത്തിലെ വിഷയം. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമൻ്റെ ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പല ആളുകളുടെ പേരുകൾ പറയാറുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ എടുത്ത് പറയുന്ന പേരാണ് ഹനുമാൻ സ്വാമിയുടെ. ഒപ്പം തന്നെ നമുക്കറിയാം സുഗ്രീവനുണ്ട്, ജാംബവാനുണ്ട്. ഭക്തൻ എന്ന നിലയിലല്ലെങ്കിൽ പോലും ലക്ഷ്മണന്റെ ഭക്തിയും എടുത്തു പറയേണ്ടതാണ്. ഭർത്താവാണ് എന്നുള്ള സ്ഥാനത്ത് ആയിരുന്നെങ്കിലും സീതയ്ക്കും ഭഗവാനോട് അതിയായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്തിയുടെ പലതരത്തിലുള്ള രീതികൾ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിൽ രാവണന് പോലും ഭഗവാനോട് വിദ്വേഷ ഭക്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മഹാത്മാക്കളുണ്ട്. അതും ഭഗവാനെ കുറിച്ചുള്ള സ്മരണമാണല്ലോ. അക്കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു രാജാവാണ് വിഭീഷണൻ എന്ന ലങ്കാധിപതി. രാവണന്റെ മരണശേഷമാണ് അദ്ദേഹം ലങ്കയുടെ അധിപനാവുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് രാമഭക്തിക്ക് ഒരുപാട് വിശേഷതകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ മഹാഭാരത കാലഘട്ടത്തിൽ നാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ചോദിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. മഹർഷേ, ഈ ഭഗവാന് നാരായണന് അസുരന്മാരോട് ഒരു വിപ്രതിപത്തിയില്ലേ? ഇദ്ദേഹത്തിന് എപ്പോഴും ദേവന്മാരോടല്ലേ കൂടുതൽ താല്പര്യം? ദേവന്മാരെന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പോൾ ഭഗവാൻ പെട്ടെന്നത് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അസുരന്മാർക്കൊരാവശ്യം വരുമ്പോൾ ഭഗവാൻ അങ്ങനെ ഇടപെട്ടിട്ട് വല്ലാതെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ അസുരന്മാരും ഭഗവാനും തമ്മിൽ ഒരകൽച്ചയുണ്ടോ എന്ന് ധർമ്മപുത്രർ പണ്ട് മഹാഭാരത കാലഘട്ടത്തിൽ നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് രാജസൂയ വേദിയിൽ വെച്ച് നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത കഥ യഥാർത്ഥത്തിൽ പ്രഹ്ലാദന്റെ കഥയായിരുന്നു. ആരാണ് പ്രഹ്ലാദൻ? അദ്ദേഹം ഒരു അസുര വംശത്തിൽ വന്ന് ജനിച്ച ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുലമേത് എന്നുള്ളത് ഭഗവാനോടുള്ള ഭക്തിയുടെ നിർണയിക്കുന്ന ഘടകമേ അല്ല. അസുരകുലത്തിൽ വന്ന് ജനിച്ചിട്ടും അല്ലെങ്കിൽ രാക്ഷസ കുലത്തിൽ വന്ന് ജനിച്ചിട്ടും ഭഗവാനോട് സദാ ഭക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു വിഭീഷണൻ. ആ വിഭീഷണന്റെ രാമഭക്തി എത്രയൊക്കെ വർണ്ണിച്ചാലും നമുക്ക് വർണ്ണിച്ചവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം ഏറ്റവും മോശം ചുറ്റുപാടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നവർ ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ രാവണൻ, അദ്ദേഹത്തിന്റെ അടുത്ത ജ്യേഷ്ഠൻ സാക്ഷാൽ കുംഭകർണൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തി ശൂർപ്പനഖ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ രാക്ഷസന്മാർ. അവരുടെ ചിന്ത സദാസമയവും ധർമ്മത്തിനെതിരെ. ഇത്രയധികം മോശം ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം എപ്പോഴും ധർമ്മത്തെ മുറുകെ പിടിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ കൂടുതൽ കാലം നിൽക്കാൻ കഴിയുക അല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു സമയത്ത് അദ്ദേഹം തൻ്റെ ജനിച്ച കുലം ഉപേക്ഷിച്ച്, തൻ്റെ ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച്, പറയുമ്പോൾ തൻ്റെ ജ്യേഷ്ഠന്റെ ശത്രുസ്ഥാനത്തുള്ള ഭഗവാനിലേക്ക് വരുന്നത്. കാരണം വിഭീഷണൻ എപ്പോഴും രാമന്റെ പക്ഷത്ത് നിന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല പ്രയോഗം വിഭീഷണൻ എപ്പോഴും ധർമ്മത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. രാമനും ധർമ്മവും തമ്മിൽ ഭേദഭാവമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എപ്പോഴും ധർമ്മം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളായിരുന്നു വിഭീഷണൻ. സീതയെ അപഹരിച്ച് അശോകവനിയിൽ എത്തിച്ച രാവണനെ വിഭീഷണൻ ഉപദേശിക്കുന്നുണ്ട്. അന്യന്റെ ഭാര്യയെ ആശ്രയിക്കുക, അവരിൽ കാമം തോന്നുക എന്നുള്ളത് അധർമ്മമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇപ്പോൾ തന്നെ ഈ സീതാദേവിയെ തിരിച്ച് രാമനെ ഏൽപ്പിക്കണമെന്ന് സ്വന്തം ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആളാണ് വിഭീഷണൻ. ഹനുമാൻ സ്വാമിയെ ബന്ധസ്ഥനാക്കി മേഘനാഥൻ രാജസദസ്സിലേക്ക് വരുന്ന സമയത്ത് ഹനുമാനെ വധിക്കാനായി രാവണൻ മുന്നോട്ട് വരുമ്പോൾ അതിന് തടയിടുന്നതും വിഭീഷണന്റെ ഒരു ഇടപെടലാണ്. ഇങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന,
ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭീഷണനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ളത് ഒരു മോശം സാഹചര്യമാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടി അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തൻ ചെയ്യേണ്ടത്. സാക്ഷാൽ വിഭീഷണൻ തൻ്റെ സഹോദരന്മാരോടുകൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്ന രംഗം രാമായണത്തിൽ പറയാറുണ്ട്. മനുഷ്യന്റെ കൈകൊണ്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്നുള്ള വരമാണ് രാവണൻ വാങ്ങിയത്. 6 മാസം ഉറങ്ങാനും 6 മാസം എണീറ്റിരിക്കാനും ഉള്ള വരാണ് കുംഭകർണൻ വാങ്ങിയത്. വിഭീഷണൻ വാങ്ങിയ വരം എന്താണ്? സദാസമയവും ധർമ്മചിന്തയുണ്ടാവണം, ഭക്തി ഉണ്ടാവണം, നാമം ജപിക്കാൻ തോന്നണം, ഇത്യാദി വരങ്ങളൊക്കെയാണ് വിഭീഷണൻ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വരം കൂടി ബ്രഹ്മാവ് അറിഞ്ഞു കൊടുത്തു എന്നാണ് അങ്ങ് ചിരഞ്ജീവി ആയിരിക്കട്ടെ. ഇന്നും ഭാരതത്തിന്റെ ചിരഞ്ജീവി സങ്കല്പങ്ങളിൽ വിഭീഷണനുണ്ട്. അത് വിഭീഷണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുര രാജാവാണ് എന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ ചിരഞ്ജീവിത്വം കിട്ടുന്നത്? ഭക്തനാണ് ചിരഞ്ജീവിത്വം കിട്ടുന്നത്. നമ്മൾ ഇന്നും ഭഗവാന്റെ എത്രയെത്ര ഭക്തന്മാരെയാണ് ഇപ്പോഴും സ്മരിക്കാറുള്ളത് അല്ലേ? നോക്കൂ, നമ്മൾ ഇപ്പോഴും മേൽപ്പത്തൂരിനെ കുറിച്ച് പറയുന്നു, പൂന്താനത്തെക്കുറിച്ച് പറയുന്നു, വില്ലുമംഗലത്തെക്കുറിച്ച് പറയുന്നു, കുറൂരമ്മയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള ഭക്തരൊക്കെ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. അവരുടെ ശരീരം പോയെങ്കിലും അവരുടെ ജീവൻ, ചൈതന്യം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും ജീവിക്കുന്ന അവരും ചിരഞ്ജീവികളാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തനാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ചിരഞ്ജീവി സ്ഥാനമാണ്. അതുണ്ടായിരുന്ന ആളാണ് വിഭീഷണൻ. അദ്ദേഹത്തിന്റെ സഹായം പല സമയത്തും രാമരാവണ യുദ്ധത്തിൽ ഭഗവാനെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഭക്തന്റെ കൂടി കടമയാണ് ഭഗവാനെ സഹായിക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടി? ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത്, മഹാത്മാക്കളുടെ പ്രധാനപ്പെട്ട വചനമാണ്, പുതിയ തലമുറയെ ഭഗവാനോടൊപ്പം ചേർത്ത് ധർമ്മ സംരക്ഷണത്തിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത്. കാരണം ഭഗവാന് വേണ്ടി ധർമ്മ സംരക്ഷണം ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടുതലായിട്ടുള്ളത് പുതിയ തലമുറയിലുള്ള ആളുകൾക്കാണ്. അവർക്കൊരു മോശം സാഹചര്യത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. എങ്ങനെയാണോ വിഭീഷണൻ ചെയ്തത് അതുപോലെ സത്സംഗം ഉണ്ടാവുക. അദ്ദേഹം ഭഗവാന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ആളുകളുടെ കൂടെ ഇടപഴകാനും സംസാരിക്കാനും പെരുമാറാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. നമുക്കും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഏതോ ആയിക്കൊള്ളട്ടെ, പല ആളുകളും നമ്മൾ ഉറക്കം നാമം ജപിക്കുമ്പോൾ ഇത് പാടില്ല എന്ന് പറയും, അമ്പലത്തിൽ പോകുമ്പോൾ അത് പാടില്ല എന്ന് പറയും. ഒരു മോശം സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജീവിതം കടന്നു പോകുന്നുണ്ടാവുക. പക്ഷേ അതിൽ തളരാതെ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം സദാസമയവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണോ ഭഗവാൻ വിഭീഷണനെ ചേർത്ത് പിടിച്ചത് അതുപോലെ നമ്മളെയും ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതായിട്ടില്ല. അങ്ങനെ ആ വിഭീഷണനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു രാമകഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണുപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ദ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ നാമധേയത്തിൽ പ്രസിദ്ധമായ 4 അമ്പലങ്ങൾ പ്രധാനമായും കേരളത്തിൽ 2 ഇടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 4 ക്ഷേത്രങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമതായി കോട്ടയം ജില്ലയിലെ രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി കാണപ്പെടുന്ന 4 ക്ഷേത്രങ്ങളാണ്. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്നും 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ തികച്ചും കേരളീയ വാസ്തുരീതി അവലംബിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ ചതുർബാഹുവായ ശ്രീരാമൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. രാമ പാഹി മാം രാമപാദം
പഞ്ചലോഹത്തിൽ തീർത്ത രാമവിഗ്രഹമാണിവിടെ. തികച്ചും സൗമ്യമായ ഭാവത്തിലാണ് പ്രതിഷ്ഠ. രാമ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം രാഘവ മനോഹര. വിശാലമായ ചുറ്റമ്പലമാണ് ഇവിടത്തേത്. ശ്രീകോവിലിന് മുന്നിൽ നമസ്കാര മണ്ഡപം. ശ്രീകോവിലിന് അഭിമുഖമായി ഗരുഡ പ്രതിഷ്ഠ കാണാം. രാമ 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 പാഹി മാം രാമപാദം. മീനമാസത്തിൽ നടക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പ്രധാന ഉത്സവം. എന്നാൽ ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന കാലഘട്ടം കർക്കിടക മാസമാണ്. ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിപ്പോകുന്ന ഭക്തർ മറ്റു 3 അമ്പലങ്ങളും ദർശിച്ച് ഇതേ സന്നിധിയിൽ മടങ്ങിയെത്തുന്നതോടെയാണ് നാലമ്പല ദർശനം എന്ന ചടങ്ങ് അവസാനിക്കുക. മുകുന്ദ രാമ പാഹി മാം. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ തന്നെയുള്ള ലക്ഷ്മി നാരായണ ഭാവത്തിലെ വിഷ്ണുവാണ് മറ്റൊരു പ്രത്യേകത. ശങ്കര സദാശിവ നമഃ ശിവായ മംഗള ചന്ദ്രശേഖര. സീതാ അന്വേഷണത്തിനിറങ്ങിയ രാമൻ ഈ പ്രദേശത്തെത്തിയ വേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തത ലഭിച്ചു എന്നും അദ്ദേഹം ഇവിടെ ആൽമരച്ചോട്ടിലിരുന്ന് ധ്യാനിച്ചുവെന്നുമാണ് ഐതിഹ്യങ്ങൾ. രാമനെ അന്വേഷിച്ച് അവിടെ എത്തിയ സഹോദരന്മാരോട് സമീപ പ്രദേശങ്ങളിൽ കുറച്ചു കാലം ധ്യാനനിരതരായിരിക്കുവാൻ രാമൻ നിർദ്ദേശിച്ചു എന്നതാണ് നാലമ്പല സൃഷ്ടിക്ക് പിന്നിലെ ഐതിഹ്യം. ഉമകത്തി വിശ്വകീർത്തി പൂർത്തിയായി വന്നിടാൻ അനുഗ്രഹിക്ക രാമ രാമ പാഹി മാം. രാമരാവണ യുദ്ധത്തിലെ വിജയത്തിന് ശേഷമുള്ള മടക്കയാത്രയിലാണ് രാമൻ ഇവിടെ വിശ്രമിച്ചതെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും രാമന്റെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തിന് രാമപുരം എന്ന പേര് നേടിക്കൊടുത്തത് എന്നതാണ് വിശ്വാസം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചതുശതം, വെണ്ണ നിവേദ്യം, പാൽപ്പായസം എന്നിവയാണ് ദേവന്റെ ഇഷ്ടനിവേദ്യങ്ങൾ. കോദണ്ഡ സമർപ്പണം, നെയ്വിളക്ക് എന്നിവയും വിശേഷ വഴിപാടുകളാണ്. രാമായണ മാസത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു. രോഗപീഡ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ. ഏതായാലും രാമനാമ ജപങ്ങൾ കേരള മനസ്സാകെ വിശുദ്ധമാക്കുന്ന കർക്കിടക ദിനങ്ങളിൽ നമുക്കും ആരംഭിക്കാം ഒരു നാലമ്പല തീർത്ഥയാത്ര. ഈ തിരുനടയിൽ നിന്ന് രാമനാമ ജപങ്ങളോടെ. രാമ പാഹി മാം. ജന്മമുക്തി വന്നിടാനും ഇന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമ പാഹി മാം. ജാനകി മനോഹര മനോവിരാമ പാഹി മാം. ദീനരക്ഷകാ വിഭോ മുകുന്ദ രാമ പാഹി മാം. നാം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചുമക്കേണ്ട വസ്തുക്കൾ നമുക്ക് സമീപം സൂക്ഷിച്ചു വെച്ചാൽ മതി. വാഹനത്തിനുള്ളിലായിരിക്കുമ്പോൾ ഭാരം തലയിലേറ്റേണ്ടതില്ല. ജീവിതം ഒരു വാഹനയാത്രയാണ് എന്ന് സങ്കല്പിക്കുക. ഭാര്യാപുത്രാദികളുടെയും ബന്ധുജനങ്ങളുടെയും ചുമതല തലയിൽ വലിച്ചു കയറ്റാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ടതില്ല. അവയെ ഒപ്പം കൂട്ടിയാൽ മതി. അതായത് ഒരു കരുതൽ മതി എന്നർത്ഥം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.